അമേരിക്കയുമായുള്ള വ്യാപാര കരാർ ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ യൂറോപ്യൻ യൂണിയനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ വേഗത്തിലാക്കി ഇന്ത്യ. ഈ മാസം നടക്കുന്ന റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിൽ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ മുഖ്യാതിഥികളായി എത്തുന്നതിന് മുന്നോടിയായി കരാറിൽ നിർണായക പുരോഗതി കൈവരിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര കരാറിലെ 24 അധ്യായങ്ങളിൽ 20 എണ്ണവും ഇതിനോടകം പൂർത്തിയായതായി വാണിജ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞു. ജനുവരി 26 റിപ്പബ്ലിക് ദിന പരേഡിന് ശേഷം ജനുവരി 27 നടക്കുന്ന ഇന്ത്യ EU ഉച്ചകോടിയിൽ കരാർ സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായേക്കും. കാർഷിക മേഖലയിലെ തർക്ക വിഷയങ്ങൾ തൽക്കാലം കരാറിന് പുറത്ത് നിർത്തിക്കൊണ്ട് ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ഇരുവിഭാഗവും ധാരണയിലെത്തിയിരിക്കുന്നത്. അതേസമയം അമേരിക്കയുമായുള്ള വ്യാപാര കരാർ ചർച്ചകൾ ഇപ്പോഴും തടസ്സപ്പെട്ടു നിൽക്കുകയാണ്. ട്രംപ് ഭരണകൂടം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ ചുമത്തിയ 50% ഇറക്കുമതി തീരുവയും കർഷക ക്ഷീര മേഖലകളിൽ അമേരിക്ക ആവശ്യപ്പെടുന്ന വിപണി പ്രവേശനവും സംബന്ധിച്ച തർക്കങ്ങളാണ് പ്രധാന പ്രതിസന്ധി. ചർച്ചകൾ തുടരുന്നുണ്ടെങ്കിലും ഒരു സമയപരിധി നിശ്ചയിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഇരു രാജ്യങ്ങളും. യൂറോപ്യൻ യൂണിയനുമായുള്ള കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യൻ വസ്ത്ര ലെതർ മേഖലകൾക്ക് യൂറോപ്യൻ യൂണിയനിൽ വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കൻ വിപണിയിലെ തിരിച്ചടികൾ മറികടക്കാൻ ഇത് ഇന്ത്യയെ സഹായിക്കും. അതേസമയം ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ദീർഘകാലവും ബഹുമുഖവുമായ ബന്ധമാണുള്ളത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് യൂറോപ്യൻ യൂണിയൻ എന്ന വസ്തുതയിൽ നിന്ന് ഇത് മനസ്സിലാക്കാം. ഇരുവരും തമ്മിലുള്ള ബന്ധത്തിന്റെ പരിണാമത്തെ അടയാളപ്പെടുത്തുന്നത് ചില പ്രധാന സംഭവങ്ങൾ ഇവയൊക്കെയാണ്. ഇന്ത്യ സാമ്പത്തിക ഉദാരവൽക്കരണ പ്രക്രിയ ആരംഭിച്ച് 1990കളിൽ യൂറോപ്യൻ യൂണിയൻ അംഗത്വം വികസിപ്പിക്കാൻ തുടങ്ങിയതോടെ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടാൻ തുടങ്ങി. അത് അവരുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് അടിസ്ഥാനമായി. ആദ്യ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടി ബന്ധത്തിന്റെ പരിണാമത്തെ ഒരു വഴിത്തിരിവായി. 2005 യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും ഒരു സംയുക്ത പ്രവർത്തന പദ്ധതിയിൽ ഒപ്പുവെച്ചു. ഇത് വ്യാപാരം, നിക്ഷേപം, വിദ്യാഭ്യാസം, ഗവേഷണം തുടങ്ങിയ മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തി. 2017 ഇരുപക്ഷവും വിദേശനയം, പ്രതിരോധം, സുരക്ഷ എന്നിവയിൽ ഒരു പുതിയ സംഭാഷണം ആരംഭിച്ചു. ഇത് അവരുടെ സഹകരണം കൂടുതൽ ആഴത്തിലാക്കാൻ സഹായിച്ചു. സമീപ വർഷങ്ങളിൽ യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കാലാവസ്ഥാ വ്യതിയാനവും സുസ്ഥിര വികസനവും സംബന്ധിച്ച വിഷയങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികൾ ഒന്നാണ് യൂറോപ്യൻ യൂണിയൻ. 2021 ഉഭയകക്ഷി വ്യാപാരം 88 ബില്യണിലധികമായിരുന്നു. യൂറോപ്യൻ യൂണിയന്റെ 10ാമത്തെ വലിയ വ്യാപാര പങ്കാളി കൂടിയാണ് ഇന്ത്യ. ഇന്ത്യയുടെ ഒരു പ്രധാന നിക്ഷേപ സ്രോതസ് കൂടിയാണ് യൂറോപ്യൻ യൂണിയൻ. ഇന്ത്യയിലെ വിദേശ നിക്ഷേപ സ്റ്റോക്കിൽ യൂറോപ്യൻ യൂണിയന്റെ വിഹിതം 2017 63.7 ബില്യൺ നിന്ന് 2020 87.3 ബില്യണായി വർദ്ധിച്ചു. മറുവശത്ത് ഒരു ഇന്ത്യൻ ബഹുരാഷ്ട്ര കമ്പനിയായ ടാറ്റ ഗ്രൂപ്പിന് യൂറോപ്യൻ യൂണിയനിൽ ഗണ്യമായ സ്വാധീനമുണ്ട്. ഊർജ്ജം, ഗതാഗതം തുടങ്ങിയ മേഖലകളിലെ പദ്ധതികൾക്ക് ധനസഹായം നൽകുന്നതിലൂടെ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ യൂറോപ്യൻ യൂണിയൻ പിന്തുണച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്തമുണ്ട്. അതിൽ തീവ്രവാദ വിരുദ്ധ, ആണവ നിർവ്യാപനം തുടങ്ങിയ വിഷയങ്ങളിൽ പതിവ് ഉന്നതതല രാഷ്ട്രീയ സംഭാഷണങ്ങളും സഹകരണവും ഉൾപ്പെടുന്നുണ്ട്. ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി തുടങ്ങിയ മേഖലകളിലെ പരിപാടികൾക്കുള്ള പിന്തുണ ഉൾപ്പെടെ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യക്ക് വികസന സഹായം നൽകിയിട്ടുണ്ട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.